Welcome to Dr. Sin. Today we have a distinguished doctor. He is not a MBBS doctor or FRCS doctor. He is just a doctor from kitchen who had proved kitchen is the medical lab and food is the medicine and mother is the doctor. Meet Dr. Mohan Vaidyan. He is a traditional Vaidyar from a traditional Vaidyar family. We can meet Mr. Mohan Vaidyan for Dr. Sin. ആദ്യം തന്നെ അടുക്കളയാണ് നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മരുന്ന്, അല്ലെങ്കിൽ അടുക്കളയാണ് നമ്മുടെ മരുന്നുശാല, അല്ലെങ്കിൽ അടുക്കളയിലൂടെയാണ് നമ്മൾ മനുഷ്യൻ്റെ ആരോഗ്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ അമ്മയാണ് വീട്ടിലെ വൈദ്യർ, അല്ലെങ്കിൽ യഥാർത്ഥ വൈദ്യർ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അത് അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് വൈദ്യർ, ആഹാരമാണ് മരുന്ന്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇതായിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അടുക്കളയിൽ കൂടെ എല്ലാ രോഗങ്ങളും മാറ്റാമായിരുന്നു. അതിന് ഓരോ കാലാവസ്ഥ, ഓരോ ഭൂപ്രകൃതി, ഓരോ ഋതുക്കളനുസരിച്ച് എന്താഹാരം കഴിക്കണം എന്ന് നമുക്ക് കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടകളെല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ പുഴുതിയ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ സകല അറിവുകളും പാരമ്പര്യങ്ങളും എല്ലാം തട്ടിമറിച്ചിട്ടാണ് ഒരു പുതിയൊരു സംസ്കാരം വന്നത്. അവിടെ നിന്ന് നമ്മുടെ രോഗത്തിൻ്റെ തുടക്കവും കുറിച്ചു. പണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു രോഗവും വരാതിരിക്കാൻ പണ്ട് അടുക്കളയിൽ കലവും ചട്ടിയും ഒരു അലൂമിനിയം പാത്രം നമ്മുടെ വീട്ടിൽ കയറിയിരുന്നിട്ടില്ല. മംഗലം, ആ മംഗലം തന്നെ പുളിയും ചാമ്പലും ചാരം കൊണ്ട് തേച്ച് മിനുക്കി. അതിനകത്ത് ഈ ഒരു വാഷിംഗ് പൗഡറും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നാരങ്ങ ഒഴിഞ്ഞിട്ട് ഓട്ടുപാത്രങ്ങൾ കഴുകി പുളിയും നാരങ്ങയും ചേർത്ത് ചെമ്പ് കലത്തിനകത്ത് ശാപ്പാട് വെച്ചു. ചെമ്പ് കുട്ടത്തിൽ നെല്ല് പിഴുങ്ങി, ചെമ്പ് പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചു. എല്ലാ വസ്തുക്കളും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു ഒരു സംസ്കാരവും ഒരു ആഹാരശൈലിയും ജീവിതശൈലിയും എല്ലാം നമുക്കുണ്ടായിരുന്നു. അതിന് എത്ര ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് ശാസ്ത്രം എന്ന് പഠിപ്പിച്ചിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അലൂമിനിയം പാത്രവും പ്ലാസ്റ്റിക്കും, ചൂട് സാധനങ്ങൾ പ്ലാസ്റ്റിക് ഒഴിച്ചാൽ തന്നെ എല്ലാം തീർന്നു. അതിന് ഓരോരുത്തരും ഓരോ ഭാഷയിൽ ഓരോരോ വിഷയം പഠിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ സംസ്കാരം അങ്ങനെയല്ലായിരുന്നു. നമ്മുടെ ശരീരം എന്താണ്, ഞാൻ ആരാണ് എന്നാദ്യം പഠിപ്പിക്കും. ആ ഞാൻ ആരാണെന്ന് പഠിപ്പിക്കുമ്പോഴാണ് ഈ ശരീരത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഈ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ആ അന്നം കൊണ്ടാണ്. ആദ്യം ഈശ്വരൻ്റെ സൃഷ്ടി നടക്കുന്നത് ഒരു സൈഗോട്ട് കൊണ്ടാണ്. രണ്ടാമത് അമ്മ കഴിക്കുക അന്നം കൊണ്ടാണ് അടുത്ത നിൻ്റെ ശരീരം ഉണ്ടാകുന്നത്. ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആത്മാവിരിക്കുന്നത്. ആ ആത്മാവാണ് യഥാർത്ഥ സത്യം. അതാണ് ഇതിൻ്റെ ബേസ്. അത് ഭാരതീയ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. എന്താണോ നീ കാണുന്നത് അത് മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പോൾ കാണുന്ന ഒരുത്തിനകത്തിരിപ്പുണ്ട്, അവനാണ് യഥാർത്ഥ കാഴ്ചക്കാരൻ. ഈ ശരീരം മിഥ്യയാണ്. ഈ ശരീരത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ശരീരത്തെ ആർക്കും ചികിത്സിക്കാൻ പറ്റില്ല. കാരണം ഈ ശരീരം ഉണ്ടാക്കിയവന് മാത്രമേ അറിയുള്ളൂ ഈ ശരീരത്തിന് എന്താ വേണ്ടുന്നത്. അതിൻ്റെ റിപ്പയറുമാണ് നടക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ ഈശ്വരൻ്റെ സൃഷ്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ നിൻ്റെ സൃഷ്ടാവെന്ന് പറയുന്നത് നീ കഴിക്കുന്ന അന്നമാണ്. അതാണ് അന്നമയ കോശം. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരം ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. കാരണം നിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ഇരിക്കാൻ വേണ്ടി അവൻ നിർമ്മിച്ച ദേവാലയമാണ് ഈ ശരീരം. അവന് വേണ്ടിയാണ് അന്നം കഴിക്കുന്നത്. അതുകൊണ്ടാണ് അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് വൈദ്യര്, ആഹാരമാണ് മരുന്ന് എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഒരുപാട് ചൂഷണങ്ങളാണ് നടക്കുന്നത്. കാരണം കൊച്ചുകുട്ടികൾ മേടിച്ച് കഴിക്കുന്ന ചോക്ലേറ്റ് മുതൽ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരുപാട് ആഹാരങ്ങൾ, മൈദ, വൈദ്യരുടെ തന്നെ ഒരുപാട് ലോകത്തെ തന്നെ ഞെട്ടിച്ച പ്രബന്ധങ്ങൾക്ക് തുല്യമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. വൈദ്യരത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചൂഷണങ്ങൾ ഇപ്പം അധികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇനി ലോകം ഒരു വലിയൊരു ചെയിനാണ്. ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് നമ്മുടെ കേരളത്തിൽ വന്ന് ലോഞ്ച് ചെയ്യുന്നു. അത് എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എല്ലാവരും വാങ്ങിക്കുന്നു, പരസ്യം ചെയ്യുന്നു. പക്ഷേ ഇതിനെതിരെ ഒരു പാരമ്പര്യ വൈദ്യൻ അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് മാറ്റങ്ങളാണ് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത്? സത്യത്തിൽ എൻ്റെ അച്ഛനൊരു ചെറിയ പാരമ്പര്യ വൈദ്യരായിരുന്നു. ഞാൻ ബോംബെയിലാണ് വളർന്നത്. അവിടെ നിന്ന് കെമിക്കൽ
പ്ലാന്റുകൾ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു എനിക്കും എൻ്റെ ബ്രദറിനും ഉണ്ടായിരുന്നത്. ആ കെമിക്കൽ പ്ലാന്റുകൾ ഉണ്ടാക്കുന്ന ജോലി. അപ്പോൾ ഞാൻ കെമിക്കൽ പഠിച്ചു. റിഫൈനറി, ഫെർട്ടിലൈസർ, പെട്രോ കെമിക്കലുകൾ, കെമിക്കൽ പ്ലാന്റുകൾ കൂടുതലും. അതിനകത്ത് ഞാൻ കയറിയപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഏറ്റവും വലിയ ആഹാരം എന്നും നമ്മൾ ഏറ്റവും നല്ല വൃത്തിയുള്ള ആഹാരമെന്നും നല്ല ക്വാളിറ്റിയുള്ള ആഹാരമെന്നും പറയുന്നത് മൊത്തവും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. എല്ലാ സിന്തറ്റിക് ഫുഡുകളും, എല്ലാ സിന്തറ്റിക് ഐറ്റങ്ങളും, പ്രത്യേകിച്ച് കളറുകൾ, എസൻസുകൾ. ഇപ്പം നാരങ്ങ നീരിന് പകരം സിട്രിക് ആസിഡ് ഉണ്ട്, അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഒരു ഉദാഹരണത്തിന് ലെമൺ ജ്യൂസ് നമ്മൾ കഴിക്കുക. ആ ലെമൺ എന്ന് പറയുന്നത് നാരങ്ങയാണ്. പക്ഷേ നാരങ്ങയും ആ ജ്യൂസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അതാണ് ഈ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ. അങ്ങനെയുള്ള നൂറുകണക്കിന് എസൻസുകളും ടേസ്റ്റ് മേക്കറുകളും എല്ലാം ഉണ്ടാക്കുന്ന ആ പ്ലാന്റും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് പഠിച്ചത് ആഹാരം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഉപയോഗിച്ച് ഇഷ്ടപ്പെടുന്നതല്ല. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ചിൻ്റെ, ചെമ്മീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ അജിനോമോട്ടോ ഉണ്ടാക്കിയില്ലേ, അത് കൊഞ്ചിനകത്ത് നിന്നുള്ള ടേസ്റ്റ് മേക്കറാണ്. അത് കൊഞ്ചിൻ്റെ ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആ സാധനം കൃത്രിമമായിട്ടുണ്ടാക്കി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അങ്ങനൊരു സാധനം മാർക്കറ്റിൽ ഇറങ്ങിയോട് കൂടിയിട്ട് നമ്മുടെ ടേസ്റ്റുകളുടെ, ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ടേസ്റ്റുകളെയും നശിപ്പിച്ചു. പിന്നെ മണം, 50,000-ൽ പരം മണം തിരിച്ചറിയാൻ കഴിവുള്ള 2 ഗ്രന്ഥികളാണ് ഈ മൂക്കിനെ അവിടെ ഇരിക്കുന്നത്. അതിനെ പറ്റിച്ചു. പിന്നെ കണ്ണിനെ പറ്റിച്ചു. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആഹാരം ചെല്ലണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നാണ് അകത്തേക്ക് ചെല്ലുന്നത്. അതിന് ഒരുപാട് ടെസ്റ്റിംഗ് ഉണ്ട്, ലാബുകളുണ്ട്. ആദ്യത്തെ ലാബ് എന്ന് പറയുന്നത് കണ്ണാണ്. കണ്ണുകൊണ്ട് നോക്കും ഇത് തിന്നാൻ കൊള്ളാവുന്നതാണോ എന്ന്. അപ്പോൾ കൈയോട് പറയും ഇനി എടുത്തോളാൻ പറയും. പിന്നെ ആ കണ്ണിനെ പറ്റിക്കാൻ എപ്പോഴാണോ നമ്മൾ കളർ ചേർത്ത്, ബിരിയാണിക്കകത്ത് കളർ ചേർത്ത്, പഴംപൊരി കളർ ചേർത്ത്, മിച്ചറിനകത്ത് കളർ ചേർത്ത്, ഇപ്പോൾ മീൻകറിക്കകത്ത് വരെ കളർ ചേർത്താണ് നമുക്ക് തരുന്നത്. നമ്മൾ കണ്ണിനെ പറ്റിക്കുന്നു. അവൻ്റെ ജോലി മാറ്റിക്കഴിഞ്ഞു. മൂക്കിനകത്ത് ഒഴിച്ചു. മണം തൊട്ട് വായുടെ തൊട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തൊട്ട് മേളിൽ മൂക്കിരിപ്പുണ്ട്. മൂക്ക് പറഞ്ഞു മണം ശരിയല്ല, കളഞ്ഞേരെയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മണം അടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സുനാമി ഇറച്ചിയൊക്കെ തന്നത്. അത് കഴിഞ്ഞ് നാക്കെ കൊണ്ടുവന്ന ടേസ്റ്റ് പറഞ്ഞു ഇത് അകത്തോട്ട് പോണ്ട, തുപ്പടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് മേക്കർ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വായി കൊണ്ടുവന്നു. വായിൽ എന്തെങ്കിലും കടിച്ചു, കല്ലോ മുടിയോ കടിച്ചാൽ അപ്പം റിജക്റ്റ് ചെയ്യും. ബാക്കിയിരിക്കുന്ന ചാപ്പാട് പോലും പിന്നെ നമ്മൾ കഴിക്കില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ആമാശയത്തിൽ വന്നു. ആമാശയത്തിൽ വെച്ച് ടെസ്റ്റ് ചെയ്തു. അവിടെ വെച്ച് എന്തെങ്കിലും ടോക്സിൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അടിച്ച് കലക്കി അത് വയറിളക്കി കളഞ്ഞു, അല്ലെങ്കിൽ ഛർദ്ദിച്ചു കളഞ്ഞു. അതും കഴിഞ്ഞ് അവസാനത്തെ ടെസ്റ്റാണ് ബ്ലഡിൽ കയറി കഴിച്ച ആഹാരം, അന്നം ഗ്ലൂക്കോസാക്കി മാറ്റി. ബ്ലഡിൽ കയറി അമിനോ അമ്ലങ്ങളെ കൊണ്ട് ഗ്ലൂക്കോസാക്കി മാറ്റുന്നതിന് മുമ്പ് അവിടെ ഒരു ടെസ്റ്റ് നടക്കും. അവിടെ വെച്ച ആഹാരം ശരിയല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആകുന്നതിന് മുമ്പ് തന്നെ റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്താണ് ഷുഗർ രോഗികൾ ഇഞ്ചക്ഷൻ കുത്തിയാലോ ഗുളിക കഴിച്ചാലോ മാറാത്ത ഷുഗർ. അത് ഗ്ലൂക്കോസ് ആകുന്നതിന് മുമ്പിട്ടാണ്. അത് കഴിഞ്ഞ് തന്നെ ഗ്ലൂക്കോസ് ആക്കി അമിനോ അമ്ലങ്ങളെ കൊണ്ട്. ഗ്ലൂക്കോസ് ആക്കിയതിന് ശേഷം അവസാനത്തെ ടെസ്റ്റിൽ എന്തെങ്കിലും വിഷാംശമോ കെമിക്കലോ ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്യുന്നതന്നെ ടൈപ്പ് 2 ഷുഗർ എന്ന് പറയുന്നത്. അത് അപ്പോൾ ഒരു ആഹാരം മനുഷ്യ ശരീരത്തിലോട്ട് കയറണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടന്ന് ടെസ്റ്റ് ചെയ്ത് അവസാനത്തെ കണ്ടീഷനാണ് നമ്മുടെ കഴിച്ച ആഹാരം ഗ്ലൂക്കോസ് ആക്കി മാറുന്നു. ഗ്ലൂക്കോസിൻ്റെ അവസാനത്തെ ടെസ്റ്റിൽ റിജക്റ്റ് ആവുന്നതാണ് ടൈപ്പ് 2 ഷുഗർ. അതാണ് ഈ മൂത്രം ഒഴിച്ച് കളയുന്നത്. അപ്പോൾ നമ്മൾ ഈ ശരീരം മൊത്തത്തിൽ ഒരു യൂണിറ്റാണ്. പ്രത്യേകം ഒരു അവയവങ്ങൾക്കും കോശങ്ങളില്ല. എല്ലാ അവയവങ്ങളും ഒരു കോശത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിൻ്റെ പേര് സൈഗോട്ട് അല്ലെങ്കിൽ ടോട്ടിപ്പൊട്ടൻ്റ് സ്റ്റെം സെല്ലെന്ന് ഇപ്പോൾ പറയുന്നത്. സ്റ്റെം സെല്ലുണ്ടാവും. ആ സ്റ്റെം സെല്ലുകൊണ്ട് ഈ ശരീരത്തെ മൊത്തവും കണ്ണ്, മൂക്ക്, വായ, ചെവി,
ഹാർട്ട്, ലിവർ, സ്കിന്ന് എല്ലാം ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് തന്നെയാണ്. ഒരു വീട് എപ്രകാരമാണ് കിച്ചണാക്കി മാറ്റുന്നത്, ഡൈനിങ് ഹാളാവും, ബാത്റൂമാവും, എല്ലാം ബെഡ്റൂമാവും, ഇതെല്ലാം ഒരു വീടിനകത്ത് ഉണ്ടെങ്കിലും ഇതെല്ലാ റൂമുകളും പണിഞ്ഞത് ഇഷ്ടിക കൊണ്ടാണ്. അപ്പോൾ ആ ഇഷ്ടിക പോലെ ഒരു കോശം കൊണ്ടാണ് ഈ ശരീരം മൊത്തം പണിതിരിക്കുന്നത്. അപ്പോൾ എല്ലാ അവയവങ്ങൾക്കും കൂടെ ബ്ലഡിൽ കയറ്റിവിട്ടതായ ഗ്ലൂക്കോസ്, ഇൻസുലിൻ കിട്ടിയാൽ ഓരോരുത്തരും അവരുടെ ആവശ്യത്തിന് എടുത്തുകൊണ്ടിരിക്കും. അതിനകത്ത് റിജക്റ്റ് ചെയ്താണ് നമ്മൾ ഗ്ലൂക്കോസാക്കി മാറ്റി അത് മൂത്രമൊഴിച്ച് കളഞ്ഞു. പണ്ട് ആണുങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അച്ഛൻ രാത്രി എഴുന്നേറ്റ് 2-3 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അമ്മയ്ക്ക് ഡൗട്ട് വരും, ഈ പുള്ളിക്കാരന് ഷുഗർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഷുഗർ തുടങ്ങിയിട്ടെങ്കിലും അവർ കൺഫേം ആക്കൂല 2 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ. കാരണം ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻറ്റ് ഉണ്ടെങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകും. അപ്പോൾ തെങ്ങിൻ്റെ മൂട്ടിൽ പോയി നോക്കും. അന്ന് തെങ്ങിൻ്റെ മൂട്ടിലാണ്, വെളിയിലാണ് മൂത്രമൊഴിക്കുന്നത്. മൂത്രമൊഴിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ ഉറുമ്പരിക്കുന്നെങ്കിൽ കൺഫേം ഷുഗറുണ്ട്. ഇതായിരുന്നു അവർ കണ്ടുപിടിച്ചത്. അപ്പം ആ ഷുഗറായി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഷുഗർ ഇങ്ങനെ മൂത്രമൊഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലൂക്കോസിനെ ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം മൊത്തവും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു, മൊത്തം ഒരു യൂണിറ്റാണ്. എല്ലാ അവയവങ്ങൾക്കും പ്രത്യേകം കോശങ്ങളില്ല. എല്ലാവരും, അപ്പോൾ നമ്മൾ ഒരാൾ കഴിക്കുന്ന ആഹാരം എല്ലാവരും എടുക്കും. ആ എടുക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന് മൊത്തം കൂടെ ഒരു ദിവസം ഒരു 500 യൂണിറ്റ് ഗ്ലൂക്കോസാണ് ആവശ്യമെന്ന് സങ്കല്പിക്കുക. എല്ലാ അവയവങ്ങളും കൂടെ നമ്മളിത് 600 കഴിച്ചു, ഒന്നും സംഭവിക്കില്ല. ഈ 500 മാത്രമേ ഇൻസുലിൻ കൊടുക്കുള്ളൂ. ബാക്കി 100നെ പൗപ്പത്തിൻ്റെ ഗ്ലൈക്കോജനാക്കി മാറ്റി ശരീരത്തിലെല്ലായിടത്തും, തൊലിയുടെ അടിയിലും കരളിനകത്തും കക്ഷത്തുമൊക്കെ ശേഖരിച്ചു വെക്കും. ആ ശേഖരിച്ച് വെച്ചവനെ തിരിച്ചെടുക്കുമ്പോഴാണ് ഷുഗർ രോഗി മെലിയാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലും. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഏറ്റവും രസകരമായ ഹിസ്റ്ററി, ഈ ഡോക്ടർ നേരെ ഒരു ലാബുകാരൻ്റെ അടുത്തേക്കാണ് പറഞ്ഞു വിടുന്നത്. നമ്മൾ പഠിക്കുന്നത് അവിടെയാണ്. അടുത്ത് സർവ്വരോഗത്തിൻ്റെ കൂടെ ഒറ്റ കൂലി പറയാണ്. ഒരു ലാബുകാരൻ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ലാബുകാരന് 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. ഈ ശരീരത്തെപ്പറ്റി ABCD അറിയാത്ത ഒരു ലാബ് ടെക്നീഷ്യൻ നമ്മുടെ രോഗനിർണയം നടത്തുന്നു. ഈ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ലാബിൽ പോയി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ലാബുകാരോട് ചോദിക്കുക, എനിക്ക് എന്താ അസുഖം, എൻ്റെ പ്രശ്നം എന്തുവാ, അതെനിക്ക് അറിഞ്ഞൂടാ, അത് ഡോക്ടർക്ക് അറിയാവും. ഈ പേപ്പറും കൂടെ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഇത് വായിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ഈ ലാബുകാരനോടാണ് വിളിച്ച് ചോദിക്കുന്നത് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ ആരാണ് മൂത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന സമയമായി അല്ലേ. ആ ഡോക്ടർ ഗുളിക കുറിച്ച് തരുന്നു. ആ ഗുളിക ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നവംബർ 1-ാം തീയതി മുതൽ ഇന്ത്യയിലെ ഡോക്ടർമാർക്ക് മരുന്ന് കുറിക്കാൻ അധികാരമില്ല. ഫാർമക്കോളജിസ്റ്റ്, ഫാം ഡി പഠിച്ച ഡോക്ടർമാർ PhD എടുത്തിറങ്ങിയിട്ടുണ്ട്. അവർക്ക് മാത്രമേ ഏത് രോഗത്തിനും മരുന്ന് കുറിക്കാനെന്നുള്ള മരുന്ന് തീരുമാനിക്കുന്ന പവർ ഇന്ന് ഉള്ളൂ. 6 വർഷം പഠിച്ച PhD അവരിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ PhD എടുത്ത ഡോക്ടർക്കാണ് മരുന്ന് കുറിക്കാൻ അധികാരമുള്ളത്. അവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് ഇവർക്ക് രോഗനിർണയം നടത്താൻ മാത്രമേ അധികാരമുള്ളൂ. അവർ തരുന്ന ഗുളിക, ഇവിടെയാണ് അടുത്ത രസം വരാൻ പോണത്. അവർ തരുന്ന ഗുളിക നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അതാണ് അടുത്ത വിഷയം. ഒരു കാന്താരി മുളകെടുത്ത് വായിലിട്ട് ചവയ്ക്കുമ്പോൾ എപ്രകാരമാണ് തുപ്പലുണ്ടാകുന്നത്, അതേമാതിരി ഈ ഗുളിക ചെന്ന് പാങ്ക്രിയാസിനെ ഉത്തേജിപ്പിച്ചിട്ട് അവിടെ നിന്ന് എക്സ്ട്രാ റിജക്റ്റ് ചെയ്ത ഗ്ലൂക്കോസിനെ പാസ്സാക്കാനുള്ള ഇൻസുലിൻ ഉണ്ടാക്കാൻ കൊടുത്ത കൈക്കൂലിയാണ് ഈ ഗുളിക. പിന്നെ ഇൻസുലിൻ എടുക്കുന്നത് അത് നമ്മുടെ കോശങ്ങളിലെല്ലാം പോയി കുത്തിയിരിക്കും. പെട്ടെന്ന് കുത്തിയിരുന്നാൽ ഗ്ലൂക്കോസ് വരുമ്പോൾ ചാടിപ്പിടിക്കും. കാരണം ഈ ഇൻസുലിൻ ശരീരത്ത് കിടന്നാൽ ആഹാരം കഴിക്കാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇൻസുലിനോ ഗുളിയോ കഴിച്ചാൽ ബോധം കെട്ട് തറയെ വീഴും. മരണം നിശ്ചയമാണെന്ന് മനസ്സിനറിയാവുന്നതുകൊണ്ട് നമ്മൾ കഴിച്ച വൃത്തികെട്ട എല്ലാ ആഹാരങ്ങളും റിജക്റ്റ് ചെയ്താണ്. ആ റിജക്റ്റ് ചെയ്തത് വേണ്ടാത്തതിന്. പക്ഷേ ഇൻസുലിൻ ഉണ്ടാക്കിയപ്പോൾ
അത് ലോ BP ഉണ്ട്, നമ്മുടെ മരണം നിശ്ചയമാണെന്ന് അറിയാവുന്നതുകൊണ്ട് മനസ്സ് പറഞ്ഞു എല്ലാ ഗ്ലൂക്കോസും എടുത്തോളൂ. കാരണം ഈ ഇൻസുലിൻ ഇവിടെ വന്ന് കിടക്കാൻ, അത് ബ്ലഡിൽ കിടന്നാൽ ലോ BP അടിച്ചു മരണം നിശ്ചയമാണ്. അങ്ങനെ വൃത്തികെട്ട എല്ലാ ഗ്ലൂക്കോസിനും ഇൻസുലിൻ കൊടുക്കേണ്ട ഗതികേട് വന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. നമ്മൾ കഴിച്ച ആഹാരം വൃത്തികെട്ടതായതുകൊണ്ടാണ് ഇൻസുലിൻ കൊടുക്കാഞ്ഞത്. ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ 1.5 ലിറ്റർ മുതൽ 2.5 ലിറ്റർ വരെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരാൾക്ക് മാക്സിമം വേണ്ടുന്ന 2 ml. ഇൻസുലിൻ്റെ കുറവല്ല ഷുഗർ. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ഇൻസുലിൻ ആവശ്യത്തിന് മുന്നിലുണ്ട്. കഴിച്ച ആഹാരം വൃത്തികെട്ടതായതുകൊണ്ട് മനസ്സാണ്, കമാൻഡറാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. മനസ്സ് പറഞ്ഞു പാൻക്രിയാസിനോട് കൊടുക്കരുതെന്ന്. അപ്പോൾ നമ്മൾ കൈക്കൂലി കൊടുത്തുണ്ടാക്കി. അതെടുത്തു കഴിഞ്ഞപ്പോൾ ബ്ലഡിൽ ഇൻസുലിൻ കിട്ടിയ ഗ്ലൂക്കോസിനെ എടുത്തപ്പോൾ എല്ലാ ബ്ലഡിൽ കിടന്ന എല്ലാ അവയവങ്ങളും അതിനെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യ ഇതാണ് വരുന്നത്. ഒരു ഷുഗർ രോഗി ഷുഗർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഏതാനും നാളുകൾ കാത്തു വെച്ച് ഗുളിക കഴിക്കുന്നവൻ കണ്ണിൻ്റെ കാഴ്ച കുറയും. അപ്പോൾ നമ്മൾ ആരെടുത്ത് പോകും? കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ്, ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകും. ആ പുള്ളിയും ഏത് രോഗി ചെന്നാലും ആദ്യം ഷുഗർ ചെക്കാനാണ് പറയണേ, അന്നത്തിൻ്റെ ബേസാണ് പറയണേ. ഏത് രോഗം പിടിച്ചാലും സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലും. അവിടെ ചെന്ന് ആ ഡോക്ടർ, കണ്ണിൻ്റെ ഡോക്ടർ പറഞ്ഞു ഷുഗർ ഉണ്ടെങ്കിൽ അയാൾ പേരിട്ടു ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞ് പേരിട്ട് നമുക്ക് അയാളുടെ മരുന്ന് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കയ്യും കാലും മരവിൽ വന്നു. അപ്പോൾ നമ്മൾ ന്യൂറോയെ കണ്ടു. ആ പുള്ളിയും ഷുഗർ ടെസ്റ്റ് ചെയ്തു, ഷുഗർ കണ്ടുപിടിച്ചു. അയാൾ പേരിട്ടു ഡയബറ്റിക് ന്യൂറോപ്പതി. കുറച്ച് ദിവസം കഴിഞ്ഞു കിഡ്നി എന്തൊക്കെയോ പ്രശ്നം, കലങ്ങിയൊക്കെ പോണു. അപ്പോൾ നമ്മൾ നെഫ്രോളജിസ്റ്റിനെ കണ്ടു. അയാൾ പേരിട്ടു ഡയബറ്റിക് നെഫ്രോപ്പതി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഹാർട്ടിൻ്റെ ഇവിടെ ആണ്ട് വേദനയൊക്കെ വന്നു. അപ്പോൾ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കണ്ടു. അയാൾ പേരിട്ടു ഡയബറ്റിക് കാർഡിയോപ്പതി. ഇങ്ങനെ എന്ത് രോഗം വന്നാലും സർവ്വരോഗത്തിൻ്റെയും കാരണം ഷുഗർ. ഷുഗർ എവിടെ നിന്ന് വന്നു? കഴിച്ച ശാപ്പാട് വൃത്തികെട്ടതായതുകൊണ്ട്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് നീ കഴിക്കുന്ന അന്നമാണ്. അതിൻ്റെ സ്ഥൂലരൂപം മലമായിട്ടും സൂക്ഷ്മരൂപം ശരീരമായിട്ടും അതിസൂക്ഷ്മമായിട്ടുള്ള സാധനം മനസ്സായി മാറുമെന്നാണ് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, ഷുഗർ എന്ന് പറയുന്ന ഒരു രോഗമല്ല, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്, അല്ലെങ്കിൽ ജീവിതശൈലി അതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്കിനി ചോദിക്കാനുള്ളത് വൈദ്യരുടെ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചാണ്. ഒരു രോഗി വൈദ്യരുടെ അടുത്ത് വന്നിട്ട് ഒരു ചികിത്സ തേടുമ്പോൾ, ഒരു പ്രശ്നമായി സമീപിക്കുമ്പോൾ ഏത് രീതിയിലൂടെയാണ് പുള്ളിയുടെ രോഗം നിർണ്ണയിക്കുന്നതും ആ രോഗനിർണ്ണയത്തിന് ശേഷം ഏത് രീതിയിലൂടെയാണ് ചികിത്സ നൽകുന്നതും അല്ലെങ്കിൽ ഔഷധം എങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും? ആദ്യം ചോദിച്ചതിനകത്ത് അങ്ങ് പറഞ്ഞതിനകത്തൊരു രസകരമായ സ്ഥിതിയുണ്ട്. നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നുവോ അത് നമ്മൾ അച്ഛനും അമ്മയും തിന്നതായിരിക്കും. ഒരു 7 തലമുറയുടെ പാരമ്പര്യം നമുക്കുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും എന്ത് തിന്നിട്ടാണ് നമുക്ക് ജന്മം തന്നത് അതനുസരിച്ചാണ് എൻ്റെ സ്വഭാവം ഇരിക്കുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും. ആ ദഹനരസം മാത്രമേ എനിക്കുണ്ടാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പട്ടി വയറുവേദന വരുമ്പോൾ കറുകപ്പുല്ല് തന്നെ പോയി മണപ്പിച്ച് തിന്നും. അതിനാരാണ് പറഞ്ഞു കൊടുത്തത് ആ കറുകപ്പുല്ല് തിന്നാൻ? ഇപ്പം എന്താ നിൻ്റെ വയറ് ശരിയാവുമെന്ന്? അത് അവൻ്റെ അച്ഛൻ്റെ അമ്മയും വയറുവേദന വന്നപ്പോൾ ഈ കറുകപ്പുല്ലാണ് തിന്നത്. അതവൻ്റെ ജീനി കിടക്കണം. ഒരു പശുക്കുട്ടി പ്രസവിച്ച് വീണ് അത് തള്ള നക്കി തുടച്ചു കഴിഞ്ഞാൽ ആ അകടയിലാണ് എൻ്റെ അമൃതിരിക്കുന്നതെന്ന് ആരും പിടിച്ചു കൊടുക്കണ്ട, കുട്ടി നേരെ കയറി പിടിച്ചോളും. ഇത് പ്രകൃതി നിയമമാണ്. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഒരു ബാലൻസിങ് ഉണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഉള്ള ആൾക്കാർ ഇവിടുത്തെ ആഹാരമേ കഴിക്കാവൂ. വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരം കഴിക്കാൻ പാടില്ല. ഒന്ന്, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ എന്താണോ കൃഷി ചെയ്യുന്നത് അത് മാത്രമേ ഇവിടെ കഴിക്കാവൂ. ഇതേ നമ്മുടെ അച്ഛനും അമ്മയും തിന്നിട്ടുള്ളൂ. ആ ജനസമയം ആ ദഹന സമയം നമുക്കുണ്ടാവുള്ളൂ. ഉദാഹരണം, എൻ്റെ വീട്ടിൽ 6 മണിപ്പൂരി കുട്ടികളുണ്ടായിരുന്നു. അവിടെ ഒരു പട്ടിയുണ്ടായിരുന്നു. പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അവർ രാത്രി കിടക്കുമ്പോൾ ആ പട്ടിയെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുന്നത്. അവർക്ക് അത്ര പട്ടി ഇഷ്ടമാണ്. അവരുടെ നാട്ടിൽ ഇവിടെ ഒരു ഉത്സവം വരുമ്പോഴോ അല്ല ഇവിടെ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ ആടിനെയാണ് കണ്ടിക്കുന്നെങ്കിൽ അവരുടെ നാട്ടിൽ പട്ടിയാണ് കണ്ടിക്കണേ.
അവൻ ആ പട്ടിയെ തിന്നുന്ന ദഹനരസമാണ് അവനുള്ളത്. നല്ല പട്ടിയെ കണ്ട് അവൻ്റെ വായി വെള്ളം വരും. ഒരു ബ്രാഹ്മണൻ്റെ കൊച്ച്, നല്ല ബ്രാഹ്മണൻ്റെ കൊച്ച്, ഇറച്ചി മുട്ട മീനും തിന്നാത്ത ബ്രാഹ്മണൻ്റെ കുട്ടി, അവൻ്റെ മുമ്പിൽ ഇറച്ചി കൊണ്ടുവച്ചാൽ അവന് ഛർദ്ദിൽ വരും. തിന്നുന്ന കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ, ആളുകളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അവൻ്റെ വായി വെള്ളം വരും. അപ്പോൾ നമ്മുടെ ജീനിനകത്ത് നമ്മുടെ മനസ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, അതിൻ്റെ DNA, അതിൻ്റെ ജനിതകം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, അത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം മറക്കരുത്. അവരിൽ നിന്ന് ആഹാരങ്ങൾ മാത്രമേ ശരീരത്ത് 100% ദഹിക്കുള്ളൂ. അതിന് ഉദാഹരണം, പച്ചക്കറി. നമ്മളിവിടെ പച്ചക്കറി കഴിക്കും. ഈ പച്ചക്കറി സീസണിൽ വിളയുന്നതേ തിന്നാവൂ. കൃത്രിമമായിട്ട് വെള്ളമൊഴിച്ചും ഇതൊഴിച്ചും വരുമ്പോഴാണ് കുഴപ്പങ്ങൾ വരുന്നത്. ഈ പച്ചക്കറി ചൂട് സമയത്ത് കഴിക്കാൻ പാടില്ല. അന്ന് കൃത്യമായി ആഹാരത്തിന് എങ്ങനെ കഴിക്കണം, എങ്ങനെ ചിന്തിക്കണം, എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നെല്ലാം നിബന്ധനകളുണ്ടായിരുന്നു. അതിനകത്ത് ഈ പച്ചക്കറി ചൂട് സമയത്ത് കഴിച്ചാൽ കല്ലുറപ്പ്. അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ കൂടുതലും കല്ലും കൊണ്ടുവരുന്നത്. കാരണം അവിടെ ചൂട് കൂടുതൽ, പച്ചക്കറി കൂടുതൽ കഴിക്കും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ പച്ചക്കറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേന, കാച്ചിൽ, ചേമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ അത് പത്താപ്പരയിടും. അത് പിന്നെ അവിയൽ വെച്ചും പുഴുങ്ങി തിന്നും. അങ്ങനെ പോയി ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ കഴിക്കും. ആ സീസണിൽ നല്ല ചൂട് സമയത്താണ്, നല്ല തീക്കാറ്റടിക്കുമ്പോഴാണ് ഗൾഫ് രാജ്യങ്ങൾ ഈന്തപ്പഴം വിളയുന്നത്. ആ ഈന്തപ്പഴം അത്രയും ചൂടിന് തണുപ്പിക്കാനുള്ള സാധനം അതാണ്. അത് അവിടെ ഉള്ളവർ തിന്നണം. ആ സാധനം ഒരിക്കലും കേരളത്തിൽ കൊണ്ടുപോയി തിന്നരുത്. കാരണം ഇത് ഓപ്പോസിറ്റാണ്. അവർക്ക് ഏറ്റവും കുറച്ച് ആഹാരം മതി. ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള സാധനമാണ്, ഏറ്റവും കൂടുതൽ വിറ്റാമിനുള്ള സാധനമാണ് ഈന്തപ്പഴം. അതിവിടെ കൊണ്ടുപോയി തിന്നാൽ കുഴപ്പമാണ്. ആ തണുപ്പ് സമയത്താണ് ഇവരെ പറയാൻ വേണ്ട. ആപ്പിള്, കേരളത്തിൽ ആപ്പിൾ ഉണ്ടാവില്ല. ആ ആപ്പിൾ സായിപ്പിൻ്റെ അവിടെ തണുപ്പ് രാജ്യത്താണ്. അവിടെ ഉള്ളവർക്ക് തിന്നാനാണ് ആ സാധനം. അതിവിടെ കൊണ്ടുവന്ന് തിന്നരുത്. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി ഇതൊന്നും ഇവിടെ തിന്നാൻ പാടില്ല. അതാത് പ്രദേശത്ത് ഓരോ കാലാവസ്ഥയിൽ ജനിക്കുന്നതാണ്. അവൻ്റെ ടെമ്പറേച്ചർ ശരീരത്തിനകത്ത് 10 ഡിഗ്രിക്ക് താഴെയാണുള്ളത്. അപ്പോൾ ആ 10 ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചറിനകത്തുള്ള ഉണ്ടാകുന്ന ആഹാരം അവൻ തിന്നണം. അവനവിടെ ഫ്രിഡ്ജ് ഓടും, കുഴപ്പമില്ല. ആ ഫ്രിഡ്ജ് ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചാണ് നമുക്ക് അടി കിട്ടിയത്. കാരണം നമ്മുടെ ടെമ്പറേച്ചർ 37 ഡിഗ്രി ടെമ്പറേച്ചറാണ് ആവറേജ്. ആ ടെമ്പറേച്ചറിനകത്തുണ്ടാകുന്ന സാധനങ്ങളെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. 10 ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചർ ഉണ്ടാകുന്ന സാധനം നമുക്ക് പറ്റില്ല. ഇതാണ് ഒരു ജീവിതശൈലിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത്. അപ്പോൾ അതാത് പ്രദേശം ഒരു കാരണം കൂടെ പറഞ്ഞുതരാം. ഒരു കാരണവശാലും കേരളത്തിലെ ജനത, ഷുഗറുള്ളവർ ഗോതമ്പ് കഴിക്കാൻ പാടില്ല. കാരണം ഗോതമ്പ് ഇവിടെ കൃഷിയില്ല. അത് പഞ്ചാബ്, ആ മേൽ നമ്മൾ ഉത്തർപ്രദേശിൽ ആ സൈഡിലോട്ടുള്ള ആൾക്കാർക്ക് അവിടെ തണുപ്പും ചൂടും ഉണ്ട്. ചൂട് സമയത്ത് അവർ ചോറ് തിന്നും, തണുപ്പ് സമയത്ത് അവർ ഗോതമ്പ് കഴിക്കും. അവിടെ അതനുസരിച്ച് കൃഷിയുണ്ട്. ഇവിടെ 365 ദിവസവും നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം. ഇവിടെയുള്ള ആൾക്കാർക്ക് നെല്ലേ ഉണ്ടാവുള്ളൂ. അതിലും പ്രത്യേകത നമ്മുടെ പണ്ടുള്ള എടുക്കാം. ഇപ്പോൾ ഈ പറയുന്നതെല്ലാം ഓരോരോ കച്ചവടം നോക്കണം. അത് നേരം വെളുത്ത് എഴുതേക്കുമ്പോൾ ഒരു ചായയോ ഒരു കടി ഒക്കെ കൂടെ തരും, എന്തെങ്കിലും തിന്നാൻ. അത് കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ 10 മണിക്ക് കഞ്ഞിയും കറിയും കൂട്ടാനും. അത് കഴിഞ്ഞ് 1 മണിക്ക് ചോറ് ഇഷ്ടം പോലെ വയറ് നിറച്ച് നല്ല ബിന്ദാസ് ഒരു 5-8 കൂട്ടം കൂട്ടാനും കൂട്ടി. ഒരു 4 മണിയാകുമ്പോൾ ഒരു കടിയും കുടിയും വേറെ. അത് കഴിഞ്ഞ് രാത്രി അത്താഴം. അന്ന് ഒരു പറ അരിയിട്ടാൽ 40 പേരെ കഴിക്കുള്ളെങ്കിൽ ഇന്ന് ഒരു പറ അരിയിട്ടാൽ 140 പേര് കഴിക്കും. അന്ന് ഈ ഷുഗർ ഇല്ലായിരുന്നു താനും. ഈ പറയുന്ന അരി കൊണ്ടാണ് ഷുഗർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗോതമ്പേ കഴിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തെ തട്ടിമറിച്ച് കളഞ്ഞു. ഇതൊക്കെ ഡോക്ടർമാരെ കൊണ്ട് പറയിപ്പിച്ച് നമ്മളെ വേരട്ടി കളഞ്ഞു. ഷുഗർ രോഗികൾ ഒരു കാരണവശാലും ഗോതമ്പ് കഴിക്കരുത്. പ്രത്യേകിച്ച് ഓർഗാനിക് നമ്മുടെ നല്ല ഇപ്പോഴത്തെ ഗോതമ്പിനകത്ത് പുഴു കയറത്തുമില്ല. പുഴു കയറാത്തയും ഉറുമ്പ് പിടിക്കാത്തയും കിളിക്കാത്തതുമായ ഒരു സാധനം തിന്നരുത്. ഇതാണ് ഫസ്റ്റ് നമ്മുടെ ആഹാരത്തിൻ്റെ ശൈലി. അപ്പനപ്പൂപ്പന്മാർ കഴിച്ചതേ നമുക്ക് ശരീരത്തിൽ ദഹിക്കുള്ളൂ. രണ്ടാമത്തത്, ഒരു രോഗവും ശരീരത്ത് പിടിക്കില്ല. അതാണ് എൻ്റെ അടുത്ത ഇത്. രോഗം ശരീരത്ത് പിടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ സ്റ്റഡി. അതറിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ
പിന്നെ ഇതിൻ്റെ പേര് ശവം എന്നാണ്. ഈ ശരീരത്തിന് ഒന്നും ഉണ്ടാവില്ല. ശരീരം കത്തിച്ച ചാമ്പലായിപ്പോവും. വേദനിക്കില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എതുവരെ ഇരിക്കുന്നു അതുവരെ ഈ ശരീരമുള്ളൂ. അതിറങ്ങിയാൽ ഇതിൻ്റെ പേര് ശവം എന്നാണ്. ശവത്തിന് അസുഖം പിടിക്കില്ല. അപ്പോൾ രോഗം പിടിക്കുന്നതും വേദനിക്കുന്നതും ആർക്കാണ്? മനസ്സിനാണ്. മനസ്സാണ് യഥാർത്ഥ വൈദ്യൻ. വൈദ്യനെന്ന് ഉദ്ദേശിക്കുന്നത് അകത്തൊരാളിരിപ്പുണ്ട്, അവൻ മാത്രമേ ഈ ശരീരത്തെ റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ ഒരു തിയറി. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ യോഗ്യൻ ആരാണ്? വണ്ടി റിപ്പയർ ചെയ്യാൻ യോഗ്യൻ ആരാണ്? നമ്മുടെ നാട്ടിലെ മെക്കാനിക്കാണ് വണ്ടി. അതല്ലോ, സംശയമില്ലല്ലോ. ഇതാണ് തെറ്റുപറ്റിപ്പോയത്. ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് ഒരു വണ്ടി കൊണ്ട് കൊടുത്താൽ ആ മെക്കാനിക്ക് അവന് സംശയമാണ്, ഇതാവാം അതാവാം. അവർ 10 രൂപ നട്ടുപോട്ട് അങ്ങോട്ട് ആയിരിക്കും. തീർച്ചയായിട്ടും. അവസാനം 3-4 സ്ക്രൂ ബാക്കി വരും. ഫിറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ വാഷ് ബാക്കി വരും, നട്ടുപോട്ട് ബാക്കി വരും. കാരണം അവൻ അറിയില്ല ഇതെവിടേക്കാണ് ചൊവ്വേ നേരെ ഫിറ്റ് ചെയ്തതെന്ന്. ഈ വണ്ടി ഉണ്ടാക്കിയ, ഇതിന് മാനുഫാക്ചർ ചെയ്തവൻ, അതിന് ഡിസൈൻ ചെയ്തവനെ കൊണ്ടുകൊടു, അവൻ ഒറ്റ വോൾട്ടേ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ യോഗ്യൻ ഇതിനകത്തിരിക്കുന്നവനാണ്. അവനാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്. ഈ ശരീരം സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ ഇത് എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന്. ഈ രോമമുണ്ടായത് എങ്ങനെയാണെന്ന് അറിയാതെ ഈ രോമം ഞാൻ എങ്ങനെ റിപ്പയർ ചെയ്യും? സംശയമാണ്. ഒരു ആശാരിയുടെ അടുത്തുകൊണ്ട് ഇതിൻ്റെ കഥ ഒന്ന് അയച്ചുകൊണ്ട് തരാൻ പറഞ്ഞാൽ അവൻ 4 മൂലയിൽ 4 കൊട്ടുകൊട്ടും എടുത്ത് പീസായിട്ട് കൊണ്ടുത്തരും. എന്നോട് പറഞ്ഞാൽ ഞാൻ ആമറടുത്ത് അടിച്ച് പൊളിച്ച് പീസാക്കി കൈ കൊണ്ടുത്തരും. കഥവ് റിപ്പയർ ചെയ്യാൻ യോഗ്യൻ അത് ഉണ്ടാക്കിയവനാണ്. ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ യോഗ്യൻ ഇത് ഉണ്ടാക്കിയവനാണ്. അവനെ അറിയാം ഒരു കോശം കൊണ്ട് ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെന്ന്. ഇനി വരാൻ പോകുന്ന അപകടത്തെ വരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിന് ഒരിക്കലും തെറ്റുപറ്റില്ല. അവൻ്റെ റിപ്പയറാണ് രോഗം. ഒരു അകത്തിരിക്കുന്നവൻ ശരീരത്തെ റിപ്പയർ ചെയ്യുന്ന ആ റിപ്പയറിൻ്റെ പേരാണ് രോഗം. ആ രോഗങ്ങളെന്ന് പറഞ്ഞാൽ 16 വേഗങ്ങളായിട്ടാണ് വൈദ്യന്മാർ അതിനെ കാണുന്നത്. 16 വേഗങ്ങളെന്ന് പറഞ്ഞാൽ മലം, മൂത്രം, ഛർദിൽ, വയറിളക്കം, ആർത്തവം, ശുക്ലം, മൂക്കള, കഫം, കണ്ണുനീര്, തുമ്മൽ, ജലദോഷം, എക്കിട്ടം, ചുമ, ചെവിക്കായം, വിയർപ്പ്, ഇങ്ങനെയുള്ള 16 വേഗങ്ങളെ ആസ്പദമാക്കിയാണ് ശരീരത്തിൻ്റെ ശുദ്ധികലശം നടക്കണേ. ആ ശരീരത്തിൽ റിപ്പയർ ചെയ്യുന്ന ജോലിയാണത്. ഒരു മുഴ ശരീരത്ത് വന്നു, അവിടുത്തെ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ആ കോശങ്ങളെല്ലാം കൂടെ ഒരു മുഴയാക്കി മാറ്റി ഒരിടത്ത് പോസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അവിടെ ഇരുന്നു ബാക്കിയുള്ളവരെല്ലാം ജോലി ചെയ്യും. ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നത് ഒരു ട്യൂമറായിട്ടാണ്. കാരണം ആ ട്യൂമർ വളരുമ്പോൾ അമ്മയ്ക്കൊരു പനി പിടിച്ചാൽ പോലും ആ കുട്ടിക്ക് പിടിക്കരുത്, അതിനെ സെപ്പറേറ്റ് മാറ്റിയെടുത്തിരിക്കുകയാണ്. ആ ശരീരത്തിൽ തന്നെ അല്ലേ ആ ട്യൂബും ആ കുട്ടിയും വളരുന്നേ? എന്തുകൊണ്ട് പനി പിടിച്ചപ്പോൾ ആ കുട്ടിക്ക് പിടിച്ചില്ല? അമ്മയ്ക്കുണ്ടാകുന്ന അസുഖം കുട്ടിക്ക് പിടിക്കുന്നില്ല, കാരണം അവനെ സെപ്പറേറ്റ് മാറ്റി വെച്ചു. ആ സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ ബേസിക് സാധനം. അപ്പം അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ കുട്ടികളുടെ ഈ മൂക്കള വരുന്ന കണ്ടിട്ടുണ്ടോ? 2 കൊമ്പിങ്ങനെ ഇരിക്കാൻ കണ്ടിട്ടില്ലേ? ആ മൂക്കള അത് തിരിച്ചു വന്നാൽ തലയ്ക്കകത്ത് ഒറ്റ അസുഖം ഉണ്ടാവില്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. ആ മൂക്കള വരുന്നത് തലയ്ക്കകത്തുള്ള അണുക്കളെയും എല്ലാം കൊന്ന് ശുദ്ധി ചെയ്ത് വെളിയിൽ തള്ളാൻ ഉപയോഗിച്ച ടെക്നോളജിയാണത്. ഇന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ആ മൂക്കള വരുന്നതിന് മുമ്പിട്ട് തന്നെ അതിനെ സ്പ്രേ അടിച്ച് മേളിലോട്ട് കെട്ടി അമുക്കി. അന്നും ഇന്നുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ആ വേഗങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക മാത്രമേ നമ്മുടെ അമ്മ ചെയ്തിട്ടുള്ളൂ, നമ്മുടെ വൈദ്യന്മാരും ചെയ്തിട്ടുള്ളൂ. ഒരു കുഴിക്കകത്തൊരു കുഴിനകം വന്നു, ഉടനെ അവർ ശകലം മൈലാഞ്ചി അരച്ച് പരട്ടി ഒരു നാരങ്ങ തുറന്ന് അകത്തോട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ കുഴിനകം വലുതാവും. അപ്പോൾ പെട്ടെന്ന് ആ ടോക്സിൻ ഇറങ്ങിപ്പോവും, പെട്ടെന്ന് ഉണങ്ങിക്കോളും. അതിന് പകരം ഇന്നെന്ത് ചെയ്തു? ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് അവിടെ കരിച്ചിട്ട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് ഇറങ്ങണ്ട, മേലോട്ട് തന്നെ ഇരുന്നുള്ളൂ. നമ്മൾക്കറിയാതെ ഒരു പനി വരുന്നു. പനി വരുമ്പോൾ അമ്മയ്ക്കറിയാം ഈ പനി നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ നശിക്കുമ്പോൾ, നമ്മുടെ പ്രതിരോധ ശക്തി നശിക്കുമ്പോൾ വെളിയിൽ കിടക്കുന്ന അണുക്കൾ, ബാക്ടീരിയകൾ ഇതിനകത്ത് കയറി മല്ലയുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ അണുക്കൾക്ക് ക്ഷീണം സംഭവിക്കാൻ അവൻ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ
അതകത്ത് കിടന്ന് പെറ്റ് പെരുകി. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് മനസ്സിന് മനസ്സിലായപ്പോൾ അവൻ ടെമ്പറേച്ചർ കൂട്ടി. 37 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ കൂടുതൽ ഒരണുക്കളും നമ്മുടെ ശരീരത്തിൽ ജീവിച്ചിരിക്കില്ല എന്നും. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഈ അണുക്കളെ കൊല്ലാനാ ചെയ്തത്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മയുടെ പങ്കിന് ഇച്ചിരി കഷായം ഉണ്ടാക്കി, അതിനകത്ത് ഇച്ചിരി ആവിയും പിടിപ്പിച്ച് 2 ഗ്ലാസ് ചൂടോടെ കോരിത്തന്ന് ഒരു കമ്പിളി പുതപ്പിച്ചപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടി. അപ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് അരമണിക്കൂറുണ്ട് വിയർത്ത് കുളിച്ച് പനി പോയി. ഇതാണ് ശാസ്ത്രം, എല്ലാവരും പഠിക്കണം. അപ്പോൾ ആ അമ്മ, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നുള്ളൂ, വിവരം ഉണ്ടായിരുന്നു. അത് തലമുറയായി കൈമാറി കിട്ടിയതാണ്. അവരെയാണ് അടുക്കളയിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് അവിടെ നമ്മുടെ പുതിയ സംസ്കാരം കയറി. അപ്പോൾ നമ്മളെല്ലാം ഔട്ടായി. സൂക്കേടുകൾ, പനിക്ക് പാരസിറ്റാമോൾ മതിയെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു. അവിടെയാണ് അടി കിട്ടിയത് മൊത്തവും. ഇതാണ് തുടക്കം വരുന്നത്. ഇനി അതിൽ അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ ചികിത്സ എങ്ങനെയാണ്. ഒരു അവയവങ്ങളെ ഞാൻ പ്രത്യേകം കാണൂല. എല്ലാ അവയവങ്ങളും ഒന്നാണ്. നേരത്തെ ഞാൻ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കഴിച്ച ആഹാരം ബ്ലഡിലോട്ട് കയറ്റിവിട്ട് എല്ലാ അവയവങ്ങളും അതിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ബ്ലഡിനകത്തുനിന്ന് എല്ലാ അവയവങ്ങളും അതിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കഷായം കൊടുത്താൽ, ഒരു ഗുളിക കൊടുത്താൽ, അത് ഗ്ലൂക്കോസാക്കി മാറ്റി ബ്ലഡിൽ കയറി ഇൻസുലിൻ കിട്ടിയാൽ എല്ലാ അവയവങ്ങളും എടുക്കും. ഒരവയവത്തിനും പ്രത്യേകത്തിന് ആവശ്യമില്ല. ഏത് രോഗത്തിനും ഒറ്റ മരുന്ന് മതി. അത് ശരീരത്തിൻ്റെ സിസ്റ്റത്തെയാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്, ഫുൾ സിസ്റ്റത്തെ. അതിന് ഫുൾ സിസ്റ്റത്തിൻ്റെ മരുന്നാണ് ആഹാരം, അന്നം. ഇതാണ് എൻ്റെ ബേസ്. അപ്പോൾ കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു കിഡ്നി പേഷ്യൻറ്റിനെ എടുക്കുക. നമ്മൾ ആദ്യം പഠിക്കേണ്ടുന്നത്, ഡയാലിസിസ് ചെയ്തതിന് ശേഷം അത് നിർത്തിയിട്ട് ഭൂമിയിൽ ഒരുത്തം പോലും ജീവിച്ചിരിപ്പില്ല. ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ കഴുത്തെ കൊലക്കയറിട്ടുന്ന അവൻ പിന്നെ അത് നിർത്തിയാൽ ഭൂമിയിൽ ഒരുത്തം ജീവിച്ചിരിപ്പില്ല. ഇത് നമുക്കറിയാത്തതാണ്. ഇതൊന്നും ആരും ചെക്ക് ചെയ്യാൻ പോയില്ല. ഡയാലിസിസ് അത് എൻ്റെ മരുന്നാൻ വേണ്ടി നമ്മളങ്ങ് ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പിട്ട് ഇത്ര ഒന്ന് ചിന്തിക്കുക. ക്രിയാറ്റിൻ കൂടുമ്പോൾ ഡയാലിസിസ് തുടങ്ങുന്നതിന് പകരം വേറെ എന്തെങ്കിലും വഴിയുണ്ടോ തിരക്ക്. നമ്മൾ പഠിക്കാതെ പോയൊരു പാഠം. ഈ ശരീരത്തിനെ രക്ഷിക്കാൻ അകത്തിരിക്കുന്ന കൃത്യമായ അജണ്ട ഉള്ള എൻ്റെ ഒരു ഉദാഹരണം, കിഡ്നി കൂടെ മാത്രമല്ല മൂത്രം പോകുന്നത്, വിയർത്ത് പോവും. അവനെ നല്ലോണം വിയർപ്പിക്കുക, ക്രിയാറ്റിൻ താഴെ വരും. നല്ല ക്രിയാറ്റിൻ കൂടുതലുള്ള ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിച്ചു, പെട്ടെന്ന് കരയും, കണ്ണിൽ കൂടെ മൂത്രം പോവും. ഇതൊന്നും വൈദ്യശാസ്ത്രത്തിനോട് പറഞ്ഞാൽ അംഗീകരിക്കില്ല. കാരണം ഞങ്ങൾ ഈ മസ്കുലർ ഡിസ്ട്രോഫിയ എന്ന് പറയുന്ന മസിൽ ശോഷിക്കുന്ന രോഗമുണ്ട്. ആ രോഗത്തിന് ഞങ്ങൾ കൊടുക്കുന്ന മരുന്ന്, ഇവൻ അകത്തൂടെ പോയി കഴിഞ്ഞാൽ ഈ കോശത്തിൽ പോയില്ല, ഇവിടെ ശോഷിച്ചു പോയി. അകത്തൂടെ മരുന്ന് എടുത്താൽ ഈ കോശത്തിൽ എത്തൂല, മസിലയിൽ എത്തൂല. അതിന് ഞവരയും കുറുന്തോട്ടിയും പ്രസാരണിയും കഷായം ഉണ്ടാക്കി അതിനകത്ത് പാലും ചേർത്ത് ഞവരയും കോലരക്കും മുന്തിരിയും, ഉണക്കമുന്തിരി, കുരുവുള്ള കറുത്ത ഉണക്കമുന്തിരിയും കോലരക്കും അമുക്കുരവും കൂടെ പൊടിച്ച് പേസ്റ്റാക്കി കുറുക്കി ശരീരത്തെ അരമണിക്കൂർ തേച്ച് പിടിപ്പിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഹോളിൽ കൂടെ പോലും വിറ്റാമിൻ എത്തി അകത്തോട്ട് വലിക്കാൻ കഴിവുള്ള രീതിയിലാണ് എൻ്റെ സൃഷ്ടി. ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര പേരെ മസ്കുലർ ഡിസ്ട്രോഫിയുടെ എത്ര പേരെ ഞങ്ങൾ ശരിയാക്കി തരാം. ഒരൊറ്റ എണ്ണം ഭൂമിയിൽ ഒരുത്തരുണ്ടോ? റെഡിയായ ആൾക്കാരെ തരാമേ, വിത്ത് എവിഡൻസ്. അതിൻ്റെ അർത്ഥം ഇതിനെ കൂടിയും നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സൃഷ്ടി നടന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ രസകരമായ ഹിസ്റ്ററിയാണ് ഓരോ അവയവങ്ങൾക്കും സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിക്കൊണ്ട് വരുന്നത്. ഈ നെഫ്രോളജിസ്റ്റ് അങ്ങനെ പറയുന്നത് ദിവസം 2 ഗ്ലാസ് വെള്ളം കുടിക്കാവുന്ന, ഹാർട്ടുകാരൻ പറയുന്നു 12 ഗ്ലാസ് കുടിക്കാൻ, ലിവറുകാരൻ പറയുന്നു 16 ഗ്ലാസ് കുടിക്കാൻ. ഇയാൾ ഈ കിഡ്നിയും കൊണ്ട് പോയപ്പോൾ, ഈ 2 ഗ്ലാസ് വെള്ളവും കൊണ്ട് പോയപ്പോൾ ബാക്കിയുള്ള വെള്ളം കിട്ടാതെ വയ്യാത്തത്. കിഡ്നി മാത്രമല്ല ശരീരത്തിലുള്ളത്, ബാക്കി എല്ലാ അവയവത്തിനും വെള്ളം വേണം. അതിനെ ക്ലീസിങ് നടക്കണം, അതിനെ ക്ലീൻ ചെയ്യണം. ഇതൊന്നും നമ്മളെ ആരും പറഞ്ഞ് പഠിപ്പിക്കാതെ ഒരു വിസിലിട്ട് എന്താണ് ശാസ്ത്രമാണെന്ന് പറഞ്ഞ്
വലിയ ഓഫീസ് ഇട്ട് കഴിഞ്ഞാൽ, വലിയ ആശുപത്രി ഇട്ട് കഴിഞ്ഞാൽ അവിടെ വലിയ ഡോക്ടർ ഇരിക്കുവാണെന്ന് നമ്മുടെ തെറ്റിദ്ധാരണ. നേരെ വേണം, നേരെ വന്ന് ചികിത്സിച്ചാൽ ഒരു കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ബേസ് എന്താണ്? എല്ലാ ശരീരവും ഒന്നായി കാണുക, എല്ലാ അവയവത്തിനും ഒരു മരുന്ന് മതി. ഇത് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പിള്ളേരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും? ഒരിക്കലും മനസ്സിലാവില്ല.